أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ജദൈവതം പദീം പദീനാ പരമം പരസ്താത് വിദാമദേവം ഭുവനേശമേദ്യം. അഭിവന്ദ്യനായ അധ്യക്ഷൻ, പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, പെരിയമ്പലം എന്ന് പറയുന്ന ഈ വളരെ പരിമിതമായ ഒരു ടൗണിലാണ് നമ്മൾ ഈ പ്രഭാഷണം വെച്ചത് എന്നതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് ധാരാളം അസൗകര്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ യാതൊരു നിലയിലുമുള്ള മാർഗതടസ്സങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് അനുവാദമില്ലാത്തത് കൊണ്ട് തന്നെ
ഈ റോഡിന്റെ ആ ഭാഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ കുറെ കൂടെ ഒതുങ്ങി വഴി ശ്രദ്ധിക്കണമെന്നാണ്, ഒന്നുകൂടെ ഒതുങ്ങി നിൽക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മാത്രവുമല്ല അതൊരു മതപരമായ ബാധ്യത കൂടിയാണല്ലോ. ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി സദഖ, വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കൽ ഈമാനിന്റെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് രാഷ്ട്രീയ സംഘടനകളുടെ ഗംഭീരമായ പ്രകടനങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. ഒന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഭരണപക്ഷത്തിന്റെയും മറ്റൊന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെയും രണ്ട് പ്രകടനങ്ങളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകടനപരത ഇസ്ലാമിനില്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണ് നാം ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. നിങ്ങളോടൊക്കെ എന്തു പറയണം, എന്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കണം, എന്തിൽ നിന്ന് ആരംഭിക്കണം എന്ന വിഷയത്തിലൊന്നും എനിക്ക് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഒരു ഇതികർത്തവ്യതാമൂഢമായ ഒരവസ്ഥ അതും ഇല്ല. കൃത്യമായും വ്യക്തമായും ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണമെന്ന് തന്നെയാണ് ഈ പ്രഭാഷണത്തിലൂടെ ഞാൻ വിചാരിക്കുന്നത്. ഈ പ്രഭാഷണം ചെയ്യുമ്പോൾ സ്വാഭാവികമായും വൈയക്തികമോ പ്രാസ്ഥാനികമോ വ്യക്തിതല സ്നേഹങ്ങളോ ഇവിടെ ഒരിക്കലും സത്യം പറയുന്നതിന് തടസ്സമായിക്കൂടാ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതൊരു പ്രപഞ്ചനാഥന്റെ അത്യപാരമായ കരുണയും അനുഗ്രഹവുമാണോ നാം ആസ്വദിക്കുന്നത്, ആ നാഥന്റെ അപാരമായ കരുണയുടെ നിഴലിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നാഥൻ നമ്മെ ഏൽപ്പിച്ച മഹത്തായ ഒരു ഉത്തരവാദിത്തത്തിന്റെ നിർവഹണം, അത് സത്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള മഹത്തായ ഒരു ഉത്തരവാദിത്തമാണ്. സത്യത്തിന്റെ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോ الذين يبلغون الرسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോ നിങ്ങൾ ഒരാളെയും പേടിക്കല്ലേ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം പേടിക്കണേ. വകഫാ ബില്ലാഹി ഹസീബാ, നിങ്ങളുടെ വിചാരണ അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ആരെയും പേടിക്കാതെ ചില കാര്യങ്ങൾ പറയുക, സത്യമായി പറയുക, യാഥാർത്ഥ്യമല്ലാത്ത ഒരക്ഷരം പോലും ഉരിയാടാതിരിക്കുക, ഇതൊക്കെയാണ് ഈ പ്രഭാഷണത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം യാഥാർത്ഥ്യങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അള്ളാഹു മനുഷ്യരോട് ആവശ്യപ്പെടുന്ന വളരെ പ്രധാനമായ ഒരു കാര്യം, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം നിൽക്കണം എന്നാണ്. സത്യം പറയാത്ത പ്രസ്ഥാനങ്ങളുണ്ടോ? ഇല്ലല്ലോ. എല്ലാ പ്രസ്ഥാനങ്ങളും സത്യപ്രസ്ഥാനങ്ങളാണ് എന്നാണ് വെപ്പ്. എല്ലാരും പറയും അങ്ങനെ അല്ലേ? അക്രമ രാഷ്ട്രീയത്തിനെതിരെ ബഹുജന മുന്നേറ്റം എന്നാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ വിളിച്ച മുദ്രാവാക്യം. അതായത് ഞാൻ വരുമ്പോ റോട്ടിൽ വിളിച്ച മുദ്രാവാക്യം. ഞാൻ അവരോട് മനസ്സ് പറഞ്ഞു, നിങ്ങളൊക്കെ തന്നെ, ആ കൂട്ടർ നിങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പാർട്ടികള്. അപ്പോ അക്രമം ചെയ്യുന്നവനെ എന്താ പറയുന്നത്? അക്രമമില്ലാത്ത. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുക, നീതിയുടെ പോരാളിയാവുക. ആ പ്രഖ്യാപനം നടത്തുന്നവരെന്താ ചെയ്യുന്നത്? അത് പ്രഖ്യാപിച്ചുകൊണ്ടും എഴുതി വെച്ചുകൊണ്ടും ഫ്രീഡം പരേഡ് നടത്തി 2.5 മണിക്കൂർ റോഡ് ബ്ലോക്ക് ചെയ്ത് മനുഷ്യന്റെ യാത്രാ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുക. അവനും പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുക. ആ പദം നെഞ്ചിലെഴുതി വെച്ച ഒരു പ്രസ്ഥാനമുണ്ട്, ഒരിക്കലും മായാതെ നെഞ്ചിലെഴുതി വെച്ചൊരു പ്രസ്ഥാനം. അത് മുജാഹിദ് പ്രസ്ഥാനമാണ്. ഇന്ന് വരെ ഒരു മനുഷ്യൻ 1 മിനിറ്റ് പോലും റോഡ് ബ്ലോക്ക് ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. മുസ്ലിം സംഘടനകളിൽ എല്ലാവർക്കും ഇത് അവകാശപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് സത്യം പറയുന്നവരോടൊപ്പം നിൽക്കണമെന്നാണ് എനിക്ക് ഖുർആൻ പറഞ്ഞതനുസരിച്ച് നിങ്ങളോട് പറയാൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്
വകൂനൂ മഅസ്വാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം നിൽക്കണേ. ഏറ്റവും വലിയ സത്യമേതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നതിനേക്കാൾ വലിയൊരു സത്യമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതൊരു അറബി പദമാണല്ലോ. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അത് വിശദീകരിച്ചു കൊടുക്കാനുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, നിങ്ങൾക്ക് വിജയിക്കാമെന്ന്. നിങ്ങൾക്ക് അറബ് കീഴ്പ്പെടും, നിങ്ങൾക്ക് അനറബ് കീഴ്പ്പെടും. അത് ലോകത്തിലെ വലിയൊരു മന്ത്രമാണ്. നിങ്ങൾ നോക്കുക, അല്ലാഹ് പറയാണ്, അല്ലാഹ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വിഷയത്തിന് അല്ലാഹ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വഉലിൽ ഇൽമി, ഇൽമുള്ള ആളുകളും അവരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വിഷയത്തില്. സൂറത്തു ആൽ ഇംറാനാണ്, 3-ാം അധ്യായമാണ്. ആ അധ്യായത്തിലെ 18-ാമത്തെ വചനമാണ് ഷഹിദല്ലാഹു അന്നഹു, അല്ലാഹ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്നതിനെ. അതുപോലെ വൽ മലായികത്തു, മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വഉലിൽ ഇൽമി, ഇൽമുള്ള ആളുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഫഅലം, നിങ്ങൾ അറിയണേ, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വിഷയം നിങ്ങൾ അറിയണേ മനുഷ്യരെ, നിങ്ങൾ മനസ്സിലാക്കണേ മനുഷ്യരെ. അത് നാവിന്റെ കേവലമായ ഉച്ചാരമല്ല, അത് ഹൃദയാന്തരാളത്തിലേക്ക് കടന്നു ചെല്ലാനുള്ളതാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, കാലത്തിൽ അറാബു ആമന്നാ കുല്ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംനാ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും. നബിയെ, അറാബികൾ വന്നിട്ട് പറയുന്നു, പ്രവാചക, അവർ വിശ്വാസികളായിട്ടുണ്ട് എന്ന്. കുല്ലം തുഅ്മിനു, അവരോട് പറയൂ പ്രവാചക, മുസ്ലിമായി എന്ന് പറഞ്ഞോട്ടെ, ഈമാനുള്ളവരായി എന്ന് പറയരുത്. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും, അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല. സൂറത്തു ഹുജറാത്താണ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, 14-ാമത്തെ വചനമാണ്. അതുപോലെ സൂറത്തു ആൽ ഇംറാനിലെ 18-ാമത്തെ വചനമാണ്. സൂറത്തു മുഹമ്മദിലെ 19-ാമത്തെ വചനമാണ്. ഹാദാ ബലാഉൽ ലിന്നാസി വലിയുൻദറൂ ബിഹി വലിയഅലമൂ അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്. അല്ലാഹ് ഖുർആനിൽ സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായമാണ്, 52-ാമത്തെ വചനമാണ്, അവസാനത്തെ ആയത്താണ്. ഹദാ ബലാഉൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് മുഴുവനുമുള്ള ഉത്ബോധനമാണ്. ഇത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും ഈശ്വര വിശ്വാസിക്കും നിരീശ്വരവാദിക്കും ലോകത്ത് മനുഷ്യരായി പിറന്ന മുഴുവൻ ആളുകൾക്കുമുള്ള സന്ദേശമാണ്. മുസ്ലിങ്ങൾക്ക് എന്നല്ല, 700 കോടി മനുഷ്യരെന്ന് ഭൂമുഖത്ത് ജീവിക്കുന്നുണ്ട്. ആ 700 കോടി മനുഷ്യർക്കുമുള്ള ദൈവീകമായ സന്ദേശമാണ് ഇസ്ലാമും ഖുർആനും എന്ന് പറയുന്നത്. ഇത് മുസ്ലിമിന്റെ കുത്തകയല്ല, ഇത് പുളിക്കലുകാരന്റെ കുത്തകയല്ല, ഇത് ഏതെങ്കിലും ഒരു പ്രദേശത്തുകാരന്റെ സ്വകാര്യമായ സ്വത്തല്ല. ഇത് ലോകത്തിനു മുഴുവനുമുള്ള മാർഗദർശനമാണ്, മാനവരാശിക്കാകമാനമുള്ള മാർഗദർശനമാണ്. ഇത് മുസ്ലിങ്ങൾ ആദ്യമായി ഉൾക്കൊള്ളണം. എന്റെ കയ്യിലുള്ള ഈ ഗ്രന്ഥം ഇത് ബാലനും കൂടെ കൊടുക്കേണ്ടതാണ്, ഇത് ജോസഫിന് കൊടുക്കേണ്ടതാണ്, ഇത് സുരേഷിന് കൈമാറേണ്ടതാണ്, ഇത് ലാൽ കൃഷ്ണ അദ്വാനിക്ക് വായിക്കാൻ കൊടുക്കേണ്ടതാണ്, ഇത് വിനയ് കത്തിയാറിന് കൊടുക്കാനുള്ളതാണ്, ഇത് അശോക സിംഗാറിന് കൊടുക്കാനുള്ളതാണ്, ഇത് അടൽ ബിഹാരി വാജ്പേയിന്റെ കയ്യിൽ കൊടുക്കാനുള്ളതാണ്, ഇത് മൻമോഹൻ സിംഗിന് കൈമാറാനുള്ളതാണ്, ഇത് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് കൊടുക്കാനുള്ളതാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കൈകളിൽ വെച്ച് കൊടുക്കാനുള്ളതാണ്. ഇതൊക്കെ വലിയ യാഥാർത്ഥ്യമാണ്. ഇത് മനുഷ്യർക്കുള്ള ഗ്രന്ഥമാണ്, ഇത് മനുഷ്യർക്കുള്ള മതമാണ്. ഈ പ്രവാചകൻ മനുഷ്യർക്കുള്ള പ്രവാചകനാണ്. അപ്പോൾ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ജനങ്ങൾക്കാകമാനമുള്ള ഒരു ദർശനമാണിത് എന്നൊരു ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇത് ജനങ്ങൾക്കാകമാനമുള്ള മാർഗദർശന ഉപദേശമാണ്, താക്കീതാണ്, നിർദ്ദേശമാണ്, ഉത്ബോധനമാണ്.
വലിയുൻദിറൂ ബിഹി, ഇതുകൊണ്ട് താങ്കൾ അവർക്ക് താക്കീത് നൽകാനാണ്. വലിയ അലമു, അവരറിയുന്നതിന് വേണ്ടിയാണ്. അന്നമാ ഹുവ ഇലാഹും വാഹിദ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വിഷയം അത് ലോക ജനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ആ ലോക ജനങ്ങളെ ഇതറിയിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത പ്രസ്ഥാനമാണ് സലഫി പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ മഹത്തായ ഡ്യൂട്ടിയാണ് ഇവിടെ നിർവഹിക്കപ്പെടേണ്ടത്. എല്ലാവർക്കും ഇത് മനസ്സിലാകണം. എല്ലാവരോടും നമുക്ക് സംസാരിക്കണം. ഒരാളെയും നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. കാരണം മുഹമ്മദ് നബി ലോകത്തിന്റെ പ്രവാചകനാണ്. എല്ലാ മനുഷ്യരോടുമാണ് അദ്ദേഹം കാര്യം പറഞ്ഞിട്ടുള്ളത്. യദസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യേണ സമുന്നിത മഹാമതിരിക്കാത ശിഷ്യശാഖാസമുന്നിതം. അങ്ങനെ ഇരിക്കുമ്പോ വിദേശീയനായ ഒരു ആചാര്യൻ വരും, മുഹമ്മദ് എന്ന പേരിൽ ഖ്യാതി നേടും, ശിഷ്യശാഖാസമുന്നിതം, ശിഷ്യന്മാരോടുകൂടി വാഴുകയും ചെയ്യും. ഇത് കൃഷ്ണദ്വൈപായന വേദവ്യാസൻ തന്റെ ഭവിഷ്യൽ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഒരു പ്രവാചകൻ ലോകത്ത് വന്നു. ആ പ്രവാചകൻ ലോകരോട് സംസാരിക്കുന്ന മുഴുവൻ വിഷയങ്ങളും നിങ്ങൾ പരിശോധിച്ചു നോക്ക്. മുസ്ലിം സമുദായത്തിന് നിർവഹിക്കപ്പെടാനുള്ള ഡ്യൂട്ടി എന്താണ് എന്ന് പലരും അറിഞ്ഞില്ല. പലരും അത് മറന്നുപോയി. മുസ്ലിം സംഘടനകളിൽ മഹാഭൂരിപക്ഷവും ഇസ്ലാമിന്റെ കൃത്യമായ പ്രബോധന പാന്താവിൽ നിന്ന് തെറ്റിപ്പോയവരാണ്. യാതൊരു സംശയക്കാര്യത്തിലില്ല. അവർക്ക് പോലും ഒന്നും സംശയമില്ല. തിരിച്ചു വരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഒരു വലിയ അടയാളമാണ് പാൽ ദൈവങ്ങളെ കുറിച്ച് സോളിഡാരിറ്റിന്റെ ഒരു പോസ്റ്റർ കണ്ട് ഞാൻ തലസ്ഥാന നഗരിയിൽ. ഇവിടെ ഉണ്ടോ അറിയില്ല. സോളിഡാരിറ്റി ഇങ്ങനെ ദുനിയാവ് മാത്രം പറഞ്ഞു പറഞ്ഞ് ഈമാനുള്ള കുറച്ചാളൊക്കെ ഉണ്ടാവില്ല കൂട്ടത്തില്. അവര് ചോദിച്ചല്ലേ ഈ പോക്ക് ഏത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ആരെങ്കിലും ഒക്കെ ചോദിച്ചു കാണും. പിന്നെ നമ്മൾ നിരന്തരമായി ചോദിക്കണ്ടല്ലോ. അപ്പൊ ചിലർക്കൊക്കെ അതൊരു വെളിച്ചായിട്ടുണ്ടോ അറിയില്ല. അതുകൊണ്ട് ഇന്നലെ ഒരു പോസ്റ്റർ കണ്ട ആൾ ദൈവങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ച, ആത്മീയ ചൂഷണത്തിനെതിരെ നല്ല കാര്യമാണ്. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങളാണ് അത് ആദ്യം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഞങ്ങളോടൊപ്പം, നിങ്ങളോട് ഞങ്ങളും ഒപ്പം ഈ കാര്യത്തിൽ. അത് വലിയൊരു കാര്യമാണ്. റഹ്മത്തുള്ളാ കാസിമി മൂത്തേടം ആദ്യം വന്ന് തുടങ്ങി പബ്ലിക്കിൽ ഇറങ്ങിയപ്പോ ശിർക്കിനൊക്കെ ശക്തമായി എതിർത്തു. പിറ്റേത്തെ റമദാനിലെ മൂപ്പര് തന്നെ ആ പണിയെടുക്കുകയും ചെയ്തു. അപ്പൊ അന്ന് നമ്മൾ അവരോടൊപ്പം നിന്നു. നല്ല കാര്യമാണ്, നല്ല കാൽവപ്പാണ് എന്ന് പറഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനം എന്താണ് ജനങ്ങളോട് പറയുന്നത്? ഞാൻ നേർക്ക് നേരെ സംസാരിക്കും. വളച്ചുകെട്ടില്ലാതെ, ഏച്ചുകൂട്ടാതെ, മയപ്പെടുത്താതെ, താല്പര്യങ്ങളെ സംരക്ഷിക്കാതെ, അള്ളാഹനെ മാത്രം പേടിച്ചും മുന്നിൽ കണ്ടും അള്ളാഹുവിനെ ഓർത്തും ഈ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം, എങ്കിൽ അള്ളാഹു നിങ്ങളെയും ഓർക്കുന്നതാണ്. നോക്കൂ, ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ അള്ളാഹനെ ഓർക്കണം, അല്ലാഹു നിങ്ങളെയും ഓർക്കും. നിങ്ങൾ അള്ളാഹനോട് നന്ദി കാണിക്കണം, നിങ്ങൾ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കരുത്. അള്ളാഹു നമുക്ക് നൽകിയതാണ് ഈ നാവും ഈ സംസാര വൈഭവവും. വലിസാനം വശപതയും, രണ്ട് ചുണ്ടുകൾക്കിടയിൽ രണ്ട് നാവിനെ തന്നത് അള്ളാഹുവാണ്. വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ അള്ളാഹനെ ഓർക്കണേ. അള്ളാഹനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ്. അതുകൊണ്ടാണ് മൂസാ നബിയെ തൂർ സീനാ പർവ്വതത്തിൽ വിളിച്ചിട്ട്, ഞാൻ ആദ്യം ഓതിയത് സൂറത്ത് ബഖറയിലെ 152-ാമത്തെ വചനമാണ്. സൂറത്ത് ത്വാഹയിൽ മൂസാ നബിയെ വിളിച്ചിട്ട് അല്ലാഹ് പറയുകയാണ്, മൂസാ ഇന്നനീ അനല്ലാഹ്, മൂസാ ഞാനാണ് മൂസാ നിന്റെ റബ്ബ്, ഞാനാണ് മൂസാ അല്ലാഹ് ഞാനാണ് മൂസാ. ഇന്നനീ അനല്ലാഹ്, ഇന്നനീ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ, ഞാനല്ലാതെ ഒരാരാധനക്കർഹനില്ല മൂസ. അതുകൊണ്ട് നീ എന്നെ ഓർക്കുന്നതിന് വേണ്ടി നമസ്കാരം നിലനിർത്തണേ മൂസ, ഇബാദത്ത് എനിക്ക് ചെയ്യണേ മൂസ. മാത്രവുമല്ല മൂസ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണേ മൂസ. ഇന്നനീ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. അല്ലാഹുവിനെ ഓർക്കുമ്പോ അല്ലാഹനെ മറക്കാത്ത ഏതൊരുത്തനും അല്ലാഹുവിന്റെ ഏകത്വമാണ് പ്രധാനമായ സബ്ജക്ട്. അവന്റെ ഏകത്വം, അവന്റെ പ്രാധാന്യം, അവന്റെ തൗഹീദ്,
അതൊരു വലിയ വിഷയമാണ്. അവന്റെ കാരുണ്യം, ആ കാരുണ്യത്തിന് ജീവിക്കുന്ന മനുഷ്യനെ അള്ളാഹനെ മറക്കാനാവില്ലെന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ പറ്റിയാണ് ഞാൻ ആദ്യമായി നിങ്ങളോട് സംസാരിക്കുന്നത്. ലോകത്ത് പടച്ച തമ്പുരാനെ മറന്നുപോകുന്ന എല്ലാ ധിക്കാരങ്ങളും ചെയ്യുന്നവരുടെ അടിസ്ഥാന കാരണം എന്താണ്? അള്ളാഹനെ ഓർക്കാത്തതാണ്. എന്തുകൊണ്ട് മനസ്സിന് സമാധാനമില്ല? എന്തുകൊണ്ട് ലോകത്ത് അശാന്തി വരുന്നു? അതൊരൊറ്റ കാര്യമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ അറിയണേ, അള്ളാഹനെ ഓർക്കുന്നത് വഴിയല്ലാതെ നിങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് അലാ, നിങ്ങൾ അറിയണം, ബിദിക്രില്ലാ, അള്ളാഹ് ഓർക്കുന്നത് വഴിയല്ലാതെ നിങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. സൂറത്ത് റഅദിലൂടെ അല്ലാഹു 28ാമത്തെ സൂക്തത്തിലൂടെ പറയുകയാണ്. 13ാമത്തെ അധ്യായം സൂറത്ത് റഅദാണ്. അതുകൊണ്ട് അല്ലാഹു തന്നെ മനുഷ്യരെ ക്ഷണിക്കുന്നത് വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം. അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. അവിടെ സംഘട്ടനമില്ല, അവിടെ സംഘർഷമില്ല, അവിടെ ഒരു മനുഷ്യനെയും ഒരാളും ഒരു കള്ളവാർത്ത അവിടെ കേൾക്കില്ല, അവിടെ ഒരു വിനോദ വാർത്തയില്ല, അവിടെ ആരെയും പരിഹസിക്കില്ല, അവിടെ ആർക്കും ഒരാളും ഒരു മനോവേദനയും ഉണ്ടാക്കില്ല. ലഹുവും വലാ കിതാബ, കള്ളവാർത്തകൾ അവിടെയില്ല, അനാവശ്യങ്ങൾ അവിടെയില്ല. അതുകൊണ്ട് വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. സൂറത്ത് യൂനുസിന്റെ വാചകമാണ്, 10ാം അധ്യായത്തിലെ 25ാമത്തെ വചനമാണ്. സലാമുൻ അലൈക്കും ബിമാ സബർതും, സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങൾ ക്ഷമിച്ചത് കാരണം കൊണ്ട് നിങ്ങൾക്ക് രക്ഷയാണ്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. സമാധാനത്തിന്റെ ഭവനമാണ്, അത് സ്വർഗ്ഗലോകമാണ്. ആ സ്വർഗ്ഗത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുമ്പോ അല്ലാഹ് ആരാണെന്ന് പറഞ്ഞുകൊണ്ട് വേണം നമുക്കിതൊക്കെ തുടങ്ങാൻ. സൂറത്ത് സുമറിലൂടെ അല്ലാഹ് പറയുന്ന വാചകമാണ് വസീകല്ലദീന തഖൂ. നോക്കൂ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന, അല്ലാഹനെ അറിഞ്ഞു ജീവിക്കുന്ന ആളുകളെ സ്വർഗത്തിലേക്ക് സംഘങ്ങളായി തെളിച്ചു കൊണ്ടുപോകും. നേരെ മറിച്ച് നരകം നേടിയവരോ വസീകല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ. നരകത്തിലേക്ക് സംഘങ്ങളായി ഈ മനുഷ്യരെ കൊണ്ടുപോകുന്ന ഭയാനകരമായ ഒരു ദിവസത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്താനാണ്. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അളീം. വേദനാജനകമായ കഠോരമായ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ലോകത്തെ രക്ഷപ്പെടുത്താനാണ് പ്രവാചകന്മാർ വന്നത്. പ്രവാചകന്മാർക്ക് ജനങ്ങളോട് അമിതമായ താല്പര്യമായിരുന്നു, ആഗ്രഹമായിരുന്നു, ഉത്കടമായ താല്പര്യമായിരുന്നു ജനങ്ങൾ നരകത്തിലേക്ക് പോകുന്നതിന്. പക്ഷേ ഇന്ന് ഏറെ വേദനയുള്ള ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർക്ക് പോലും ആളുകൾ നരകത്ത് പോകുന്നതിന് യാതൊരു ഭയപ്പാടില്ല. കേരളത്തിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതന്റെ പ്രസ്താവന, എനിക്ക് എന്റെ കാർ ഡ്രൈവറോട് വളരെ കാലമായിട്ട് ഞാൻ തൗഹീദ് പറഞ്ഞിട്ടില്ല എന്നാ. ഞാൻ അതിനെപ്പറ്റി ഒറ്റ വാചക പറയുന്നത്, നരകത്തെ പറ്റി അയാൾ പഠിച്ചിട്ടില്ല. ആ പണ്ഡിതൻ നരകത്തെ പറ്റി പഠിച്ചിട്ടില്ല. അതാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. വേറൊന്നും ഞാൻ അതിനെപ്പറ്റി പറയില്ല. ഞാൻ എന്റെ കാർ ഡ്രൈവറോട് തൗഹീദ് പറഞ്ഞിട്ടില്ല. അതൊരു അഭിമാനമായി, ഒരാഹ്ലാദമായി, ഒരു തലമുറ പിൻപറ്റേണ്ട സുന്നത്തായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ എന്നെ കണ്ടു പഠിച്ചോളീൻ. ഞാൻ അതിന് ഒറ്റ വാചക പറയുന്നത്, നരകത്തിന്റെ ഭയാനകത പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പെരിയമ്പലം എന്നൊക്കെ പറഞ്ഞാലേ മദീനത്തുൽ ഉലൂമിന്റെ കാറ്റേറ്റ് ഒരു പ്രദേശമാണിത്, അല്ലേ? അതിന്റെ കാറ്റേൽക്കുന്ന ഒരു പ്രദേശമാണിത്. പുളിക്കലും ഈ സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ ശബ്ദം ധാരാളം കേട്ടൊരു സ്ഥല. ഇന്ന് ശിർക്കിന്റെ തലപൊക്കിക്കൊണ്ടിരിക്കുന്നവിടെ ഈ നാട്ടിൽ ജീവിക്കുന്ന ഹൈന്ദവരോട്, ക്രൈസ്തവരോട്, വ്യത്യസ്ത ചിന്താധാരകളിലുള്ളവരോട് ആര് പറയും ഇസ്ലാമിനെ? ആരറിയിക്കും ഇവരെ ഇസ്ലാമിനെ? ആരാ അത് പറയേണ്ടത്? ആരാ ഈ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ അത്ഭുതകരമാണ്. ഖുർആൻ മുസ്ലിം സമുദായം ആദ്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ആരാ നമ്മൾ? സത്യത്തിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞ എന്താ? നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല.
മുസ്ലിം സമൂഹം മറന്നുപോയൊരു കാര്യം വളരെ വ്യക്തം. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാ. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാ നിങ്ങൾ. ആ ഓർമ്മ ഉണ്ടോ? ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടോ? ഉണ്ടോ? നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് കിട്ടി, നമ്മൾ അങ്ങോട്ട് എന്ത് കൊടുത്ത്? നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടവരാ. ലോകത്തെ പ്രവാചകനും അദ്ദേഹത്തിന്റെ അനുയായികളും അങ്ങോട്ട് കൊടുത്തവരാ, ഇങ്ങോട്ട് വാങ്ങിയവരല്ല, അങ്ങോട്ട് കൊടുത്തവരാ. എല്ലാരെയും നിങ്ങൾക്കറിയില്ലേ, ഷൈബ് അബി ത്വാലിബ് മലയിൽ 3 കൊല്ലക്കാലം പ്രവാചകനെയും അനുയായികളെയും അവർ ഗരാവോ ചെയ്തു. ശത്രുക്കളെ, ആ ശത്രുക്കളെ, പ്രവാചകന്റെ അനുയായികളെ പീഡിപ്പിച്ച് പിഞ്ചുപൈതങ്ങളെ പോലും ആ പിഞ്ചുപൈതങ്ങൾ പൈതാഹത്താൽ ഷൈബ് അബി ത്വാലിബ് മലയിൽ ആ പിഞ്ചുപൈതങ്ങൾ പൈതാഹത്താൽ പൊട്ടിക്കരഞ്ഞതും ആ പൊട്ടിക്കരച്ചിൽ കേട്ട് പൈശാചികമായി അറബ് ജനത പൊട്ടിച്ചിരിച്ചതും ലോക ചരിത്രത്തിന് മറക്കാനാവാത്തതാണ്. എന്നിട്ടോ പിൽക്കാലത്ത് മദീനയിൽ ഇസ്ലാമിന്റെ രാഷ്ട്രം രൂപപ്പെട്ടപ്പോ മക്കത്ത് പട്ടിണിയാണെന്ന വാർത്ത തന്നെ ഗരാവോ ചെയ്തവർ, ഷൈബ് അബി ത്വാലിബിൽ താമസിപ്പിച്ചവർ, പച്ചില തിന്നാൻ അവസരമുണ്ടാക്കിയവർ, നാട് കടത്തിയവർ, ആ ആളുകൾ പട്ടിണിയിലാണെന്ന് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലേ മധുരോദാരമായി പ്രതികാരം വീട്ടി. എന്താണ് ആ പ്രതികാരം? അവരെ വേദനിപ്പിച്ചുകൊണ്ടല്ല, അവർക്ക് ഭക്ഷണം എത്തിച്ചുകൊണ്ട്, അവർക്ക് സ്വാന്തനമേകിക്കൊണ്ട്, അവർക്ക് പട്ടിണിയിൽ നിന്ന് മോചനം നേകിക്കൊണ്ട് പ്രവാചക തിരുമേനി അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്, അങ്ങോട്ട് കൊടുക്കുകയാണ്, അങ്ങോട്ട് ദാനം ചെയ്യുകയാണ്, അങ്ങോട്ട് ആദർശം കൊടുക്കുകയാണ്, അങ്ങോട്ട് പ്രതീക്ഷ കൊടുക്കുകയാണ്. ഇന്നത്തെ മുസ്ലിമിന്റെ പരാതി ഇങ്ങോട്ട് കിട്ടുന്നില്ല, ഇങ്ങോട്ട് ലഭിക്കുന്നില്ല. ഈ പരാതി അവസാനിപ്പിക്കണം. എന്നിട്ട് അങ്ങോട്ട് കൊടുക്കണം, നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കുൻതും ഖൈറ ഉമ്മ, ഉത്തമ സമുദായമാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ളവരാണ്, 700 കോടി മനുഷ്യർക്ക് വേണ്ടിയുള്ളവരാണ്. ഈ ഒരു ബോധം ഉണ്ടാവണം. അതാണ് എനിക്ക് ആദ്യം പറയാൻ. ഞാൻ ചില കാര്യങ്ങൾ തീർത്തു പറയും ഗൗരവമായി. അതനുസരിച്ച് പെരിയമ്പലത്തിലെ എല്ലാ സംഘടനകളോട് പറയുന്നു, ഒന്നാകണം നന്നാവണം പറഞ്ഞാ പോരാ, അതിനുള്ള മാർഗങ്ങൾ അവലംബിക്കണം. ആ മാർഗങ്ങൾ അവലംബിച്ച് മുന്നോട്ട് പോയാൽ ഒക്കെ നന്നാവും. കഴിഞ്ഞ ദിവസം അബ്ദുൽ സമദ് സമദാനി, റഹ്മത്തുള്ളാഹി കാസിമി, അതുപോലെ തന്നെ ഹുസൈൻ രണ്ടത്താണി, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ദി ട്രൂത്തിന്റെ ബഷീർ പട്ടേൽ തായം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജോയർ മൗലവി, ഞങ്ങളെല്ലാം ഒരു സ്ത്രീധന വിരുദ്ധ മുന്നേറ്റ സമിതി രൂപീകരിക്കാൻ വേണ്ടി കോഴിക്കോട് ചേർന്നു. എല്ലാ സംഘടനയും ഉമറലി, നമ്മുടെ തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉള്ള വലിയൊരു ലീഗിന്റെ സമുന്നത നേതാക്കന്മാരടക്കമുള്ള ആളുകൾ അന്ന് വളരെ ഗൗരവമായി സ്ത്രീധനത്തെ സംബന്ധിച്ച് എല്ലാവരും സംസാരിച്ചു. മുസ്ലിം സമൂഹത്തിന്റെ ഭിന്നതയെ കുറിച്ച് ചിലരൊക്കെ സൂചിപ്പിച്ചു പോവുകയും ചെയ്തു. പക്ഷേ ഞാൻ അവിടെ വളരെ കൃത്യമായി ഓർത്തതും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നതും അന്നത്തെ ചില നേതാക്കന്മാരോട് പേഴ്സണലായിട്ട് സംസാരിച്ചതും, ഈ സമുദായം സ്ത്രീധനത്തിൽ നിന്ന് മുക്തമായ മതിയോ? ശിർക്കിലല്ലേ ഈ സമുദായം? ബിദ്അത്തുകളിലും ഖുറാഫാത്തുകളിലുമല്ലേ ഈ സമുദായം? വേദഗ്രന്ഥത്തെ പുറകോട്ട് വലിച്ചെറിഞ്ഞ ഒരവസ്ഥയല്ലേ ഈ സമുദായത്തിന്? ആര് പറയുന്നത്? ആരൊന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നത്? ആരാണ് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത്? ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിഷയങ്ങളെയും ചർച്ച ചെയ്യുവാനും മൗലികമായി പരിഹാരമുണ്ടാക്കുവാനും എന്തുകൊണ്ട് ഈ കേരളക്കരയിലെ മുസ്ലിം രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകുന്നില്ല? നമുക്ക് ദുനിയാവ് വലുതായി പോയല്ലേ? നമുക്ക് കയ്യടികളും തക്ബീർ ധ്വനികളും പ്രോത്സാഹനങ്ങളും അധികാരത്തിന്റെ കസേരകളും നമുക്ക് മൗലികമായി തീർന്നുവല്ലേ? 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഉമർ കൈ തലയാണയായി മരുഭൂമിയിൽ കിടന്ന ദീർഘ പാരമ്പര്യത്തിന്റെ കഥ പറയുന്ന ഇസ്ലാമിക ചരിത്രം ഇന്നലകളുടെ ചരിത്രമായി ഇന്ന് അവശേഷിക്കുന്നു. അതൊരു ചരിത്രാവർത്തനമായി പുതിയ പുതിയ ഭരണാധികാരികൾ ഇസ്ലാമിന്റെ ചൈത്രയാത്ര നടത്താനില്ലാതെ പോയ ഒരു ഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഈ പുടിക്കലിന്റെ അടുത്ത പെരിയമ്പലം എന്ന് പറയുന്ന ഒരുപാട് സാംസ്കാരിക സംഘടനകൾ ഉള്ള ഈ പ്രദേശത്ത് ഞാൻ പറയുന്നത്. ആദ്യമായി ജനങ്ങളോട് എന്തു പറയണം? ഇസ്ലാമിന്റെ ഏത് വിഷയമാണ് പറയേണ്ടത്? ഇതാണ് ആദ്യത്തെ ചർച്ച. അതാണ് നമ്മളിവിടെ പറയുകയും ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ആളുകളോടും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളോടും ഞാൻ നിങ്ങളോട് ഒന്നാമതായി പറയുന്നൊരു കാര്യം, ഒരാള് ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ
അപ്പൊ ഡൽഹിയിലെ ആദ്യത്തെ യാത്രയാണ് സംബന്ധിച്ചിടത്തോളം, ഡൽഹിയിലേക്കുള്ള ആദ്യത്തെ യാത്ര. അപ്പൊ അവിടെ ഇവിടുന്ന് പോകുമ്പോ തന്റെ സുഹൃത്തിനോടൊക്കെ പറഞ്ഞിട്ടേ ഇങ്ങനെ. അപ്പൊ ആ സുഹൃത്ത് വിളിച്ചു പറഞ്ഞിടാ, എന്റെ ഒരു സുഹൃത്ത് ഡൽഹിയിൽ വരുന്നുണ്ട്, നീ ഇപ്പൊ ഡൽഹിയിലാണല്ലോ, നീ അയാളൊന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോ അവിടെ എയർപോർട്ടിൽ കാത്തിരുന്ന് ഈ പരിചയമില്ലാത്ത സുഹൃത്തിനെ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുപോയി എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്ത് പോരുന്നത് വരെ ആവശ്യമായ എല്ലാ സന്ദർഭങ്ങളും ഒരുക്കി കൊടുത്ത് ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ട് തിരിച്ചു പോരുമ്പോ എയർപോർട്ടിൽ കൊണ്ടായി കൊടുത്തു. അപ്പൊ അയാൾ തിരിഞ്ഞെന്ന് പറഞ്ഞു, വലിയ ഉപകാരമുണ്ട്, ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ ആരെന്നെ സഹായിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. മറക്കില്ല ഞാൻ നിങ്ങളെ, വലിയ ഉപകാരമാണ് നിങ്ങൾ ചെയ്തത്, വലിയ ഉപകാരമാണ്, ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് എനിക്ക് നിങ്ങളോട് എന്ന് പറഞ്ഞ് തിരിച്ചു പോരും. സത്യത്തിൽ അയാള് ഇവിടെ കരിപ്പൂർ എയർപോർട്ടിൽ വന്ന് ആദ്യമായിട്ട് വീട്ടിൽ ചെന്ന ഭാര്യയോട് ആദ്യം പറയേണ്ടായ കഥ ആ സുഹൃത്തിനെ കുറിച്ചായിരിക്കും. എടി, ഞാൻ ഡൽഹി ചെന്നപ്പോ ഒരാള് എന്നെ സഹായിച്ചു, നല്ലൊരു മനുഷ്യൻ, അയാളെ വിളിക്കണം, നമുക്കൊന്ന് വിളിച്ച് സംസാരിക്കാം എന്നൊക്കെ ആയിരിക്കും മനുഷ്യർ പറയാ, അല്ലേ? എന്താ അത്? ഒരു പരിചയമില്ലാത്ത ഒരു പ്രദേശത്ത് നമുക്കൊരാള് സഹായിച്ചപ്പോ അയാളോടുള്ള നന്ദിയാണ് ആ കാണിച്ച് ആ പറഞ്ഞു, അല്ലേ? അല്ലേ? ഒരു മനുഷ്യനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹു തെറിച്ചു എന്നൊരു ഇന്ദ്രിയത്തുള്ളിയായിരുന്ന നമ്മളെ സുന്ദരമായി ഗർഭപാത്രത്തിൽ സ്വീകരിച്ചു, അല്ലേ? എന്നിട്ട് ആ ഗർഭപാത്രത്തിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി തന്നു. ആയത്തൊക്കെ അവസാനിക്കുക അങ്ങനെ വല്ലാത്തൊരു കൗതുകമാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവഗണിച്ച ഒരു ജനതക്ക് ഇതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിക്കൂല. خلقا من بعد خلق ظلمات في ظلمات ثلاث ذلكم الله ربكم له الملك لا اله الا هو. എന്താ അതിനർത്ഥം? ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നെ വളർത്തി, കല്യാണിയമ്മയുടെ ഗർഭപാത്രത്തിൽ, സുമതിയുടെ ഗർഭപാത്രത്തിൽ, ശ്രീമതിയുടെ ഗർഭപാത്രത്തിൽ, ദമയന്തിയുടെ ഗർഭപാത്രത്തിൽ, കൗസല്യയുടെ ഗർഭപാത്രത്തിൽ നിന്നെ വളർത്തി. ആര്? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ. ആ നാഥൻ നിന്നെ ഗർഭപാത്രത്തിൽ വളർത്തി, നിന്നെ വളർത്തിക്കൊണ്ടുവന്നു. ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. ഞാൻ ആദ്യം പറഞ്ഞത് 39-ാം അധ്യായം സൂറത്ത് സുമർ 6-ാമത്തെ വചനമാണ്. ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി ഗർഭപാത്രത്തിൽ വളർത്തി. എന്നിട്ടോ ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. കണ്ടോ? ആ ഇന്ദ്രിയത്തുള്ളിയെ ഒരു രക്തപിണ്ഡമാക്കി മാറ്റി, ആ രക്തപിണ്ഡത്തെ മാംസപിണ്ഡമാക്കി മാറ്റി, ആ മാംസപിണ്ഡത്തെ അസ്ഥിക്കൂടം കൊണ്ട് അനാവരണം ചെയ്ത്, ആ അസ്ഥിയെ വീണ്ടും മാംസം കൊണ്ട് കവർ ചെയ്ത് ഒരു നല്ല സൃഷ്ടിയായി അഹ്സനു തഖ്വീം, അല്ലേ? അഹ്സനു തഖ്വീം ഖുർആനിലെ 95-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ പറയുന്ന അഹ്സനു തഖ്വീമായിട്ട് സൃഷ്ടിച്ചു. ഖുർആനിലെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂനിലെ 12 മുതൽ 16 വരെയുള്ള വചനമാണ്. അങ്ങനെ നിന്നെ വളർത്തിക്കൊണ്ടുവന്ന ഒരു നാഥനോട് നിനക്ക് എത്ര നന്ദിയുണ്ട്. ബാല, ജോസഫേ, സാറാമേ, എലിയാമേ, മുഹമ്മദേ, ആയിഷ കുട്ടി, നീ ആ നാഥനെ പറ്റി പഠിച്ചോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഈ നാഥനെ മനസ്സിലാക്കുന്നിടത്താണ് മനുഷ്യർ പരാജയപ്പെട്ടത്, അല്ലേ? പിന്നെയോ ഭൂമി ലോകത്തേക്ക് ഗർഭപാത്രത്തിൽ നിന്ന് വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ.
ലഅല്ലകും തഷ്കുറൂൻ. എന്തൊക്കെ വിധത്തിലാണ് ഖുർആൻ അത് പറഞ്ഞത്? മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഒന്നും അറിയാത്തവനായി ഏതൊരു കുഞ്ഞും ജനിച്ചു വീഴുന്നു. മെഡിക്കൽ കോളേജിന്റെ 21-ാം വാർഡിൽ അതേ ഏതോ ഒരു ഹൈന്ദവ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കാം. അവള് പ്രസവിച്ചതാണ്. ആ കുഞ്ഞിനെ ഏതൊരു സിട്ടാവാണ് ഭൂമി ലോകത്തിൽ നിന്ന് ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്? അത് നിന്റെ നാഥനാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഒന്നും അറിയാത്തവനായിട്ട് അൻതല്ലദീ വലദതുക ഉമ്മുക ബാഖിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജഹദ ലിനഫ്സിക അൻ തകൂന ഇദാബകു ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് നീ പിറന്നു വീണത്. അന്ന് നിന്റെ ചുറ്റിലുമുള്ള ആളുകൾ ചിരിച്ചുകൊണ്ടേയിരുന്നു. മനുഷ്യ, വജഹദ ലിനഫ്സിക അൻ തകൂന ഇദാബകു. അതുകൊണ്ട് നീ സ്വീകരിക്കണേ, നീ എടുക്കണേ, നീ നല്ല കർമ്മങ്ങൾ ചെയ്യണേ, നല്ല കർമ്മത്തിന് സാക്ഷിയാകണേ. മനുഷ്യ, നീ മരിക്കുമ്പം നിനക്ക് ചിരിക്കാൻ കഴിയണം. നിന്റെ ചുറ്റിലുമുള്ള ആളുകൾ നിന്നെ ഓർത്ത് കരയണം. അതുകൊണ്ട് നീ സുഹൃതവാനായിരിക്കണം, നല്ലതിനു വേണ്ടി നിലകൊള്ളണം. അപ്പൊ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ പുറത്തു കൊണ്ടുവന്നു. അതൊരപാരമായ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഫല്യൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ ഖുലിഖ മിമ്മാ ഇൻദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വതറായിബ്. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ സെട്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? മുസ്ലിങ്ങളെ എന്നല്ല, മനുഷ്യരെ. കണ്ടോ? മനുഷ്യ, നീ നിന്റെ സെട്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? മനുഷ്യ, നീ ആലോചിച്ചിട്ടുണ്ടോ നിന്റെ സെട്ടിപ്പിനെ കുറിച്ച്? അല്ലേ തെറിച്ചു എന്നൊരു ഇന്ദ്രിയത്തുള്ളിൽ കോടിക്കണക്കിന് ബീജഗണങ്ങളിൽ ലക്ഷണമൊത്തൊരു ബീജത്തെ അണ്ടവുമായി കൂട്ടിച്ചേർത്ത ഒരു നാഥൻ. ആ നാഥനെ പറ്റി നിങ്ങളുടെ ശരീരം തന്നെ അത്ഭുതങ്ങളുടെ കലവറയാണ്. മനുഷ്യരെ, അദ്ദാരിയാത്ത് 51-ാം അധ്യായം 20, 21, 22 വചനങ്ങളാണ്. ഈ പ്രപഞ്ചം, ഈ ഭൂമി അത്ഭുതങ്ങളുടെ, ആശ്ചര്യങ്ങളുടെ, ചിന്തകളുടെ വിപ്ലവം സൃഷ്ടിക്കുന്ന അത്ഭുതകരമായ ലോകമാണ് മനുഷ്യ. ഈ ഭൂമി, പർവ്വതങ്ങൾ, കാനനങ്ങൾ, കഠാറുകൾ, എന്തെല്ലാം എന്തെല്ലാം അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കാനാണ് ഖുർആൻ മനുഷ്യരോട് പറയുന്നത്. എന്നിട്ടോ ആ നാഥനെ കണ്ടെത്താൻ, അള്ളാഹുവിനെ കണ്ടെത്താൻ വെറുതെ അങ്ങോട്ട് വിശ്വസിച്ചോന്നല്ല, അല്ല, പഠിക്കാൻ പറഞ്ഞു. മനുഷ്യ സെറ്റപ്പിനെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞു. എന്നിട്ട് നാഥനെ കണ്ടെത്താൻ പറഞ്ഞു. ആ നാഥനെ മാത്രം ആരാധിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ അള്ളാഹുവിനെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി. ഇനി എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളോടും മുസ്ലിങ്ങളോടും, അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അള്ളാഹു ആരാണ്? ഇപ്പോ ബാങ്ക് കേട്ടല്ലോ നിങ്ങള്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആരാണ് അല്ലാഹു? എന്താണ് ആ ശബ്ദത്തിന്റെ അർത്ഥം? അല്ലാഹു എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊരു കുലദൈവമാണോ? ഒരു ഗോത്രത്തിന്റെ ദൈവമാണോ? ഒരു വർഗത്തിന്റെ ദൈവമാണോ? ഒരു പ്രദേശത്തിന്റെ ദൈവമാണോ? അല്ല. നിങ്ങൾക്ക് ഇപ്പൊ ഗുരുവായൂരപ്പ രക്ഷിക്കണേന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും ചെന്നാൽ എല്ലാ ഹിന്ദുക്കളും പറയോ? പറയില്ല. വേളാങ്കണ്ണി മാതാവേന്ന് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തുള്ള ക്രിസ്ത്യാനികൾ പറയോ? പറയില്ല. ഉള്ളാളം നിങ്ങളെ എന്ന് ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും പറയോ? ഇല്ല. അല്ലേ? ഇല്ല. കൃഷ്ണ എന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ളവർ പറയോ? ഇല്ല. എന്നാൽ ലോകത്തുള്ള എല്ലാ ഭാഗത്തുള്ള എല്ലാരും പറയുന്ന ഒരു ശബ്ദമാണ് അള്ളാഹു. അത്ഭുതമല്ലേ അത്? അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ അറിയപ്പെടുന്ന പടച്ചോനല്ല. ഒരു ഗ്രാമത്തിൽ അറിയപ്പെടുന്ന പടച്ചോന അല്ല. ഒരു ജില്ലയിൽ അറിയപ്പെടുന്ന പടച്ചോന അല്ല. ഒരു സംസ്ഥാനത്തിൽ അറിയപ്പെടുന്ന പടച്ചോന അല്ല. ഒരു രാജ്യത്ത് അറിയപ്പെടുന്ന പടച്ചോന അല്ല. അള്ളാഹു എന്ന് പറഞ്ഞ ആരാ? ഖുർആൻ പറയട്ടെ, അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും. അല്ലാഹുല്ലദീ, അല്ലാഹ് എന്ന് പറഞ്ഞ ആരാ? അല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. കണ്ടോ? അല്ലാഹ് എന്ന് പറഞ്ഞ ആരാ? മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചവൻ. അതാരാ? മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ചവനാരാ? ഒന്ന് പരിശോധിക്ക്. അതാരാന്നൊന്ന് പരിശോധിക്ക്. അവനാണ് ഇസ്ലാമിൽ അല്ലാഹ്. സുമ്മ റസഖകും,
നിങ്ങൾക്ക് ഉപജീവനം നൽകിയവൻ, എല്ലാ പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിച്ചു തന്നവൻ. അതാരാ? ഊട്ടിയിൽ പോവുകയാണ്. ഊട്ടിയില് ടൂർ പോവാണ്. സ്കൂളിൽ നിന്ന് മകള് വന്നിട്ട് പറഞ്ഞു, ബാപ്പാ ടൂർ പോണം എന്ന്. എങ്ങട്ടാ മോളെ? കൊടൈക്കനാലിലേക്കാ. ആരൊക്കെയുണ്ട്? സ്കൂളിൽ എല്ലാ കുട്ടികളും ഉണ്ട്, അധ്യാപകരും ഉണ്ട്. അങ്ങനെ ഊട്ടിയിൽ ചെന്നു. ഊട്ടിയിൽ ചെന്നപ്പോ വത്സമാശ് വിളിച്ചു, മോളെ ഇവിടെ വന്നു. ഇവിടെ വിളിച്ചു, ഒരു മോളെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്ക് ഈ പന്നീർ പുഷ്പത്തിന്റെ മനോഹാരിത നോക്ക്. ഈ പുഷ്പം സൃഷ്ടിച്ചത് ശ്രീകൃഷ്ണനാ എന്ന് വത്സമാശ് പറയൂ. മോളെ ഈ ജമന്തി പൂവ് നോക്ക്, ഇത് സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവാണ് എന്നൊരു ക്രിസ്ത്യാനി പറയോ? ഇല്ല. മോനെ ബഷീർ എവിടെ വാ, ഈ പൂവ് സൃഷ്ടിച്ചത് മൊയ്തീൻ ഷേഖാണെന്ന് മന്ദബുദ്ധി പോലും പറയോ? പറയില്ല. ആരെങ്കിലും പറയോ? പറയില്ല. അല്ലേ? എല്ലാരും പറയും ആ സൃഷ്ടാവിന്റെ സൃഷ്ടിവൈഭവം, ആ ഡിസൈനർ അപാരമായ ശക്തിസിദ്ധിയുള്ള ഒരു നാഥൻ. അല്ലേ? ഈ ലോകത്തെ മുഴുവൻ പുഷ്പങ്ങളെയും പടച്ച ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ. അല്ലേ? ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയില്ലേ? ഉണ്ട്. ആകാശമില്ലേ? ഉണ്ട്. പർവ്വതങ്ങളില്ലേ? ഉണ്ട്. വായുവില്ലേ? ഉണ്ട്. വെള്ളമില്ലേ? ഉണ്ട്. സൂര്യനില്ലേ? ഉണ്ട്. ചന്ദ്രനില്ലേ? ഉണ്ട്. എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ചോദ്യം എന്താണ്? ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് ആകാശമുണ്ടെങ്കിൽ, ഭൂമിയുണ്ടെങ്കിൽ. ഞാൻ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് കോഴിക്കോട് നിന്ന് ഒരു ബസ്സിൽ കയറി. അപ്പൊ രാവിലെ തന്നെ ഭക്തിഗാനം വെക്കല്ലോ. അപ്പൊ ക്രിസ്ത്യാനിയുടേതും ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ഇങ്ങനെ മിക്സഡ് ആയിട്ടൊരു കേസറ്റാ. ആദ്യം ഒരു മുസ്ലിം പാട്ട്, പിന്നെ ഒരു ഹിന്ദു പാട്ട്, പിന്നെ ഒരു ക്രിസ്ത്യാനി പാട്ട്. അപ്പൊ അതില് ക്രിസ്തുവിനെ പുകഴ്ത്തി പറയുന്ന പാട്ട് തുടങ്ങണേന്ന് എങ്ങനെ അറിയോ? അതിൽ പറയുന്നത് തന്നെ രാത്രിയുടെ യാമത്തിൽ ജനിച്ച ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോ എനിക്ക് അത്ഭുതവും ഇന്ന് ഈ വിഷയം പറയാൻ ഒരു കാരണവുമാണ്. രാത്രിയിൽ ജനിച്ച അപ്പൊ രാത്രി ആരെ ഉണ്ടാക്കിയത്? ഒരു വലിയ ചോദ്യം കേട്ടോ. ചോദ്യം വളരെ ചെറുതാ, ആശയം വളരെ വലുതാ. രാവിലെ ജനിച്ചവനാണ് യേശുക്രിസ്തു, അല്ലേ? അപ്പൊ രാവ് ആരെ ഉണ്ടാക്കിയത്? യേശുക്രിസ്തു അല്ലാന്ന് ഉറപ്പായി. രാവിലെ പകല് ജനിച്ച ഒരാള്, ആ പകലാരാ ഉണ്ടാക്കിയത്? വലിയൊരു ചർച്ച ചെയ്ത്, അല്ലേ? ശ്രീരാമൻ ജനിച്ചത് എവിടെ? രാത്രിയിലാണോ പകലിലാണോ? ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. ദേവകിയുടെ 8ാമത്തെ പുത്രനായി. ശരി, 7 മക്കൾ അതിനു മുമ്പ് ജനിച്ചു. അവര് വായു ശ്വസിച്ചോ? അതെ. വെള്ളം കുടിച്ചോ? അതെ. വളർന്നോ? അതെ. ഭക്ഷണം കഴിച്ചോ? അതെ. പുഷ്പങ്ങൾ കണ്ടോ? കണ്ടു. മൃഗങ്ങളെ കണ്ടോ? ഉണ്ട്. സൂര്യന്റെ കിരണങ്ങളെ ഏറ്റുവാങ്ങിയോ? അതെ. ചന്ദ്രന്റെ നിലാവലകളെ ഏറ്റുവാങ്ങിയോ? അതെ. എങ്കിൽ ആരാ അതൊക്കെ പഠിച്ചത്? ചിന്തിക്ക്, ആലോചിക്ക്. ഇനി അത്ഭുതകരമായൊരു കാര്യം കേട്ടോ. ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു സായി ഭക്തനാണ്, ബാബുവേട്ട. എപ്പോഴും പറയും ഞാൻ, ഒന്നും ശരിയല്ല ബാബുവേട്ട. അപ്പോ അദ്ദേഹത്തിന്റെ പിഞ്ചു മകനുണ്ട്, അവനും വന്നിങ്ങനെ ഇരിക്കും. ഞങ്ങളുടെ പള്ളിയും അവരുടെ വീടും തൊട്ടടുത്ത, ഇങ്ങനെ കയ്യെത്തുന്ന ദൂരത്ത്. അപ്പോ ഞാനിതിങ്ങനെ കാണും. വളരെ വേദനിക്കും എന്നും പറഞ്ഞോടും. ഇടക്കിടക്ക് അദ്ദേഹത്തിന് എന്നോട് ദേഷ്യം പിടിക്കുകയും ചെയ്യും. എന്നാലും ഞാൻ പറയും, അവരെ ഒക്കെ വിളിച്ചു വരുത്തിയിട്ട്, ആ നാട്ടിലെ മുഴുവൻ മുസ്ലിങ്ങളെ വിളിച്ചു വരുത്തി ഒരു പ്രഭാഷണം ചെയ്തു ഞാൻ അവിടെ. മനുഷ്യരെ, നാം ഒന്ന്, നമ്മുടെ ദൈവം ഒന്ന് എന്ന് പറഞ്ഞിട്ട് അത്രയേറെ അവരെ വിളിച്ചതൊക്കെ പറഞ്ഞു. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, തുറന്നു പറയണം. ഈ പ്രഭാതത്തിൽ ഇങ്ങനെ കൈകൂപ്പി സായിബാബയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ റേഡിയോത്തിൽ നിന്നൊരു ന്യൂസ്. എന്താ ന്യൂസ്? സായിബാബ ഇന്നലെ രാത്രി 12 മണിക്ക് മരിച്ചു. ശരിക്ക് ചിന്തിക്കണേ. തന്റെ പ്രയാസങ്ങൾ താൻ ആരുടെ മുമ്പിലാണോ പങ്കുവെക്കുന്നത്, അയാൾ 5 മണിക്കൂർ മുമ്പ് മരിച്ചു. മനുഷ്യരെ, ലോകത്ത് മനുഷ്യരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എന്താ പറഞ്ഞത്? താൻ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ദൈവം ഇന്നലെ രാത്രി മരിച്ചു. ഇനി അയാൾ ആരോട് പറയും? ആരെ വിളിച്ചു പ്രാർത്ഥിക്കും? ആ വേവലാതി ഇനി ആരോട് പറയും? അവിടെയാണ് അത്ഭുതം, ഇസ്ലാമിന്റെ അത്ഭുതം. എന്താ? ഇസ്ലാം ഒരു അത്ഭുത മതമാണ്, അത്ഭുത ദർശനമാണ്. അപ്പൊ നമ്മള് രവിശങ്കറിനെയോ അമ്മയെയോ ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലെ ഔലിയ, ജീവിച്ചിരിക്കുന്ന ഒരു ഔലിയ, ആ ഔലിയ പാപ്പ സഹായിക്കണേ എന്ന് പറയുമ്പോഴാണ്
അന്ന് റേഡിയോയിൽ ന്യൂസ് അല്ലെ TV ചാനലിൽ ന്യൂസ്, അയാൾ മരിച്ചു. ശരി, അപ്പൊ അത് മുതൽ ഇനി ആരോട് പറയും? എന്നാലേ എനിക്ക് ചരിത്രത്തിലെ ഒരു പ്രബന്ധം അതിനെപ്പറ്റി എഴുതണം. മുസ്ലിം ലോകം എനിക്ക് എഴുതി പരിചയമല്ല, വയലെറിഞ്ഞേ പരിചയമുള്ളൂ. എഴുതാൻ പരിചയമുള്ളൂ. ഞാൻ ഈ പറയുന്ന പോയിന്റ് ഒരു ലേഖനാക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി മരിച്ചിട്ടില്ല, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ഒരു പ്രസംഗം ശ്രദ്ധേയമാണ്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചിരിക്കും. അത്ഭുതമാണ് ഇസ്ലാമിന്റെ. ഇതാ, നിങ്ങളിൽ ആരെങ്കിലും മനുഷ്യരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം അവിടെ മരിച്ചു. അതല്ല, അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നെങ്കിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനും ഒരിക്കലും മരണമില്ലാത്തവനും അല്ലേ. ഒരു മുജാഹിദിന്, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ, ലോകത്തൊരു മുജാഹിദിന് ഒരിക്കലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. കാരണം ആരുടെ മുമ്പിലാണോ കൈനീട്ടുന്നത് അവൻ മരിച്ചു എന്നുള്ള വാർത്ത മുജാഹിദിന് കേൾക്കേണ്ടി വരില്ല. അത്ഭുതം. ഏത് മുജാഹിദ് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പടച്ചോനെ ബാത്റൂമിൽ വീണ് കാലൊടിഞ്ഞു എന്ന വാർത്ത നമ്മൾ കേൾക്കില്ല അല്ലേ. നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പടച്ചോൻ ബാത്റൂമിൽ വീണ് കാലൊടിഞ്ഞു, അപ്പൊ അദ്ദേഹത്തെ വലിയൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അനസ്തേഷ്യ ചെയ്തു എന്ന് പറഞ്ഞാൽ അബോധാവസ്ഥയിൽ. ആരെങ്കിലും പറയുന്നത് കേൾക്കുവോ? നമ്മൾ ആരാധിക്കുന്ന ദൈവം ഹോസ്പിറ്റലിൽ 5 മണിക്കൂർ അബോധാവസ്ഥയിൽ. മനുഷ്യരെ, ഇസ്ലാം മനുഷ്യരെ വിളിക്കുന്നു, ഈ സൂര്യനെ ഉദിപ്പിക്കും. ഇനി ഒന്നുകൂടെ കേട്ടോളി. ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ആലോചിച്ചേ, സായിബാബയായിരുന്നു. ഞാൻ തുറന്നു പറയണം, എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്താണ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. അത് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഖുർആൻ പഠിപ്പിച്ച വയലെറിയാനുള്ളതല്ല, ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തിയാക്കാനുള്ള. ഇവിടെ ആലോചിച്ചോ, സായിബാബ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന ഘട്ടം, സായിബാബയാണ് സൂര്യൻ ഉദിപ്പിക്കുന്നതെങ്കിൽ അന്ന് രാവിലെ മൂപ്പരെന്ത് ചെയ്യും? അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ സൂര്യൻ ഉദിപ്പിക്കുക എന്നുള്ള ഡ്യൂട്ടി അദ്ദേഹത്തിൻ്റെതായിരുന്നെങ്കിൽ ആ സൂര്യൻ ഉദിക്കോ? ഞാനിവിടെ പ്രസംഗിക്കാൻ വരണോ? ഞാൻ ഇന്ന് മരിച്ചു എന്ന് വിചാരിക്കാം, എനിക്ക് പകരൊരാൾ വരും അല്ലേ, എനിക്ക് വരാൻ കഴിയോ? ഇല്ല. എനിക്ക് പ്രസംഗം നടത്താൻ കഴിയോ? കഴിയില്ല. സൂര്യനെ ഉദിപ്പിക്കുന്നത് യേശുക്രിസ്തു ആയിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കുന്നു, യേശുക്രിസ്തുവിനെ കുരിശിലേറ്റി വെള്ളിയാഴ്ച ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റുന്ന ക്രൈസ്തവർ പറയുന്നത് ശരി, വെള്ളിയാഴ്ച കുരിശിലേറ്റിയ മുതൽ ഉയർത്തെഴുന്നേൽക്കുന്നവരെ സൂര്യനെ ആരാ ഉദിപ്പിച്ചത്? ചന്ദ്രനെ ആരാ അസ്തമിപ്പിച്ചത്? ഈ ഭൂമി ആരാ നിലനിർത്തിയത്? ഈ ഭൂമിയിലെ വർഷങ്ങളും നോക്കൂ, ഓരോ സെക്കൻഡുകളും മണിക്കൂറുകളും മാറി രാവും പകലും റൊട്ടേറ്റ് ചെയ്തു വന്നു. ആരാധന നിയന്ത്രിക്കുന്നത്? ഈ ചിന്ത, ഇത് വെറുമൊരു ചിന്തയല്ല, ഇത് വിപ്ലവകരമായ ഒരു ചിന്തയെ പറയുന്നത്. ആ നാഥനെ. ഇനി ഇസ്ലാം ദൈവത്തെ പരിചയം. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് 30-ാം അധ്യായം സൂറത്തുർ റൂം 40-ാമത്തെ വചനമാണ്. ഇനി ഞാൻ ഓതുന്ന വചനം 41-ാം അധ്യായം സൂറത്തു ഫുസ്സിലത്ത് 37-ാമത്തെ വചനമാണ്. കേട്ടോളൂ, ശ്രദ്ധിച്ചോളൂ. ഇസ്ലാം ദൈവത്തെ പരിചയപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുക ഈ പരിചയപ്പെടുത്തിയ സത്യമാണ്, എന്നാ പിന്നെ ഒരു നിമിഷവും ബാല ജോസഫെ കാത്തിക്കരുത്, മരണം എപ്പോഴും വരും. മരണം ഏത് നിമിഷവും വരും, പിന്നെ ഒരു സെക്കൻഡ് കാത്തിക്കരുത്. അല്ല, ഇനിയും ബോധ്യപ്പെടാനുണ്ടോ? നമുക്ക് ചർച്ച ചെയ്യാം, പഠിക്കാം, മനസ്സിലാക്കാം, സ്നേഹത്തോടെ സംവദിക്കാം. അല്ലാതെ ഈ ലോകത്ത് ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയാൽ മതിയോ? മനുഷ്യരെ സത്യത്തിന്റെ സൽബാന്താവിലേക്ക് ക്ഷണിക്കാൻ ഇനിയൊരു നബി വരില്ല ഇവിടെ, ഇനിയൊരു വേദഗ്രന്ഥത്തിന്റെ അവതരണം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഈ ദൗത്യം നിർവഹിക്കണം. ഖുർആൻ ദൈവത്തെ പരിചയപ്പെടുത്തുക. രാവ് അവന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്, രാത്രി എന്ന പ്രതിഭാസം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. അത് എന്നൊരു പ്രബന്ധ. എന്താ അതിന്റെ അർത്ഥം? രാവ് ദൈവത്തിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാ. രാവുണ്ടായിട്ടുണ്ടായ ദൈവമല്ല. എല്ലാരും കേൾക്കാനാ പറയുന്നത്. രാവുണ്ടായതിനു ശേഷം ഉണ്ടായ ദൈവമല്ല, രാവുണ്ടാക്കിയവനാണ് ദൈവം.
ഖുർആൻ പറയാണ്. അപ്പൊ രാവ് എത്ര കാലമായി, എത്ര കോടി വർഷമായി രാവും പകലുണ്ടാകുന്നു? ഈ ഭൂമുഖത്ത് മനുഷ്യർ ജനിക്കുന്നതിന് മുമ്പ് രാവുണ്ട്, പകലുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ആകാശമുണ്ട്, ക്ഷീരപഥങ്ങളുണ്ട്, മഴ പെയ്യുന്നുണ്ട്, ആ സസ്യങ്ങൾ മുളയ്ക്കുന്നുണ്ട്, കാനനങ്ങളിൽ സിംഹങ്ങൾ ഗർജിക്കുന്നുണ്ട്, ആഴിയിൽ മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്നുണ്ട്. എങ്കിൽ അതൊക്കെ പടച്ചവനാര് എന്ന മൗലിക ചോദ്യം. രാവ് അവന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്, പകലും അവന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. അഥവാ പകലിൽ ജനിച്ച ദൈവമല്ല, പകലിനെ ഉണ്ടാക്കിയവനാണ്. അപ്പൊ യേശുക്രിസ്തു പകലിൽ ജനിച്ചു എന്ന് വിചാരിക്കുക. യേശുക്രിസ്തു രാത്രിയെ ജനിച്ചത്. രാത്രി ജനിച്ച യേശുക്രിസ്തു രാവിനെ ഉണ്ടാക്കിയിട്ടില്ല. കാരണം അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് രാവ് പലതവണ വന്നിട്ടുണ്ട്. രാവ് പലതവണ വന്നിട്ടുണ്ട്, പകലും പലതവണ വന്നിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, ചന്ദ്രൻ നിലാവലകൾ പൊഴിച്ചിട്ടുണ്ട്, കാർമേഘങ്ങൾ ഘനീഭവിച്ചിട്ടുണ്ട്, മഴ വർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരാരുമല്ല ഇത്. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസു, മനുഷ്യരെ, വഅബ്ദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ല മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ ആരാധിക്കുക. അവൻ എങ്ങനെയുള്ളവനാണ്? അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശാ والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ഭൂമിയെ ഒരു വിരിപ്പാക്കി തന്നവൻ, ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നവൻ. മനുഷ്യർ ഈ ഭൂമുഖത്തേക്ക് വരുന്നതിന് മുമ്പ്, ആദം നബി സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, മതതത്വങ്ങൾ പ്രയോഗവൽക്കരിക്കപ്പെടുന്നതിന് മുമ്പ്, പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയെ നിങ്ങൾക്ക് ഒരുക്കി തന്നവൻ. ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടിയാണ്, മുസ്ലിമിന് വേണ്ടിയല്ല, മനുഷ്യർക്ക് വേണ്ടിയാണ്. അല്ലാഹ് പറയുകയാണ്, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതാ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും സുമ്മ ഇലൈഹി തുർജഊൻ ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീആ. നോക്ക്, നിങ്ങൾ അല്ലാഹ് പറയുകയാണ്, എങ്ങനെയാണ് കൈഫ തക്ഫുറൂന ബില്ലാഹി, അല്ലാഹനെ നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുക? അവനാണല്ലോ നിങ്ങളെ സൃഷ്ടിച്ചവൻ, അവനാണല്ലോ നിങ്ങളെ മരിപ്പിക്കുന്നവൻ, അവനാണല്ലോ നിങ്ങളെ ഉയർത്തിയേൽപ്പിക്കുന്നവൻ. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീആ. മനുഷ്യരെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഭൂമിയെ സംവിധാനിച്ചത്. രണ്ടാം അധ്യായം സൂറത്ത് ബഖറ 28-29 വചനങ്ങളാണ്. വൽ അർള, ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചു എന്ന് 55-ാം അധ്യായം സൂറത്ത് റഹ്മാനിലെ 10-ാമത്തെ വചനത്തിലും പറയുന്നു. അതുകൊണ്ട് ഈ ഭൂമി മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്, എല്ലാവരുടേതുമാണ്. പാകിസ്ഥാൻ ഞങ്ങളുടേത്, ഇന്ത്യ ഞങ്ങളുടേത്, അതുകൊണ്ട് കടന്നുപോടാ എന്ന് പറയാൻ പറ്റില്ല. ഈ ഭൂമി എല്ലാവരുടേതുമാണ്. അല്ലെ, വേദങ്ങൾ പറയുന്ന അങ്ങനെ. ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം. ബാന്ധവാ മാനവാ, അല്ലയോ മനുഷ്യരെ, സർവേ സ്വദേശാ ഭുവനത്രയം. വേദഗ്രന്ഥം പറയുകയാണ്, ബാന്ധവാ മാനവാ, മനുഷ്യരെ, നിങ്ങൾക്കൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈ ആദമിന്റെ തറവാടാണിത്. എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും ഉള്ളതാണ് ഈ ഭൂമി. ആരുടെയും കുത്തകയല്ല, എല്ലാവർക്കും ഉള്ളതാണ്. ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം. മനുഷ്യരെ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കണ്ടോ, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. കാനന്നാസു ഉമ്മത്തൻ വാഹിദ. മനുഷ്യ സമുദായം ഒരേക സമുദായമാണ്, ഒരേക സമുദായമാണ്. സൂറത്ത് ബഖറയിലെ 213-ാമത്തെ വചനമാണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുകും ഉമ്മത്തൻ വാഹിദ. മനുഷ്യ സമുദായം ഒരേക സമുദായമാണ്, ഞാനാകുന്നു നിങ്ങളുടെ റബ്ബ്. 23-ാം അധ്യായം 52-ാമത്തെ വചനമാണ്. അപ്പൊ മനുഷ്യരൊക്കെ ഒറ്റ തറവാട്, ഒറ്റ ദൈവം ഉണ്ടാവും. സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾ ആരാധിക്കരുത്. സൂര്യന്റെ മുമ്പിലും ചന്ദ്രന്റെ മുമ്പിലും നിങ്ങൾ സുജൂദ് ചെയ്യരുത്. കാരണം വളരെ വ്യക്തമാണ്. കാനായി കുഞ്ഞിരാമൻ ഒരു പ്രതിമ നിർമ്മിച്ചാൽ ആ പ്രതിമക്കല്ല അവാർഡ്, കുഞ്ഞിരാമനാണ്.
ONV കുറുപ്പ് ഒരു കവിത രചിച്ച് അവാർഡ് കിട്ടിയാൽ അവാർഡ് കവിതയുടെ കഴുത്തിലല്ല, കവിത എഴുതിയ ONV കുറുപ്പിന്റെ കഴുത്തിലാണ് മാല ചാർത്തുക, അല്ലേ? അള്ളാഹു പടച്ച സൂര്യനെ അല്ല ആരാധിക്കേണ്ടത്, സൂര്യനെ പടച്ച അല്ലേ, സൂര്യനെ പടച്ച അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്.